അടുത്തതാണ് 1 ലാമ്പ് വിത്ത് 1 സ്വിച്ച്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബൾബ് ഉണ്ടായിരിക്കും. ഈ ബൾബിനെ കൺട്രോൾ ചെയ്യാനായിട്ടൊരു സ്വിച്ച് വേണം. സാധാരണ കണ്ടീഷനിൽ നമുക്കിപ്പോൾ ഈ ബൾബിനെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റില്ല. നമ്മളോട് പ്ലഗിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലഗിൽ കൊടുത്തു വിചാരിക്കും, 2 കണക്ഷൻ എടുത്തിട്ട് നമ്മൾ ആ പ്ലഗ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ പ്ലഗ് കൊണ്ട് മാത്രമേ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഈ പോകുന്ന വഴിയിൽ ഒരു സ്വിച്ചും കൂടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ, ഈ വയറിനെ കട്ട് ചെയ്തിട്ട് ഈ വഴിയിലൊരു സ്വിച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈറ്റിനെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. അതാണ് അപ്പോൾ ഈ പോകുന്ന ഫേസിൻ്റെ ലൈനിനെ കട്ട് ചെയ്തിട്ട് ഒരു സ്വിച്ച് പിടിപ്പിക്കുന്നത്. ഇതാണ് സ്വിച്ച്. അത്രയാണ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, നേരത്തെ കണ്ട സാധനത്തിന് തന്നെ ഈ ഒരു വയറിനെ കട്ട് ചെയ്തിട്ട് ഇടയിലൊരു സ്വിച്ച് പിടിപ്പിച്ചു. അതായത് ഒരു സ്വിച്ചിൻ്റെ 2 ഭാഗത്തായിട്ട് വരുന്ന കണക്ഷനും പോകുന്ന കണക്ഷനും ബൾബിലേക്ക് പോകുന്ന കണക്ഷൻ വേണ്ടി കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാം. ഈ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് ഈ ബൾബിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഓണാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഓഫ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് ആ ബൾബിനെ ഓണാക്കാനും ഓഫ് ആക്കാനും പറ്റും. ഇതാണ് ഒരു ലാമ്പിനെ ഒരു സ്വിച്ച് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെ വയറിങ്ങിൽ കൊണ്ടുവരണമെന്ന് കാണിച്ചു തരാം. ഒരു വീടിലെ വയറിങ്ങിലേക്ക് ഇതിൻ്റെ കണക്ഷൻ ഇതുപോലെയാവും പൈപ്പിട്ട് ചെയ്യുന്ന സമയത്ത്. ഈ ഇത് മുകൾ ഭാഗമാണ്. നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ മുകളിലേക്കാണെങ്കിൽ മുകളിലുള്ള ലൈറ്റ് പിടിപ്പിക്കുക. താഴെയായിരിക്കും സ്വിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മളോട് സ്വിച്ചിൻ്റെ ബോക്സ് താഴെ വയ്ക്കും, മുകളിൽ ബൾബ് ഉണ്ടായിരിക്കും. പവർ നമുക്ക് ഇവിടുന്ന് വരും. അപ്പോൾ ആദ്യം നമ്മൾ ന്യൂട്രൽ ലൈനല്ല വരുന്നത്. ന്യൂട്രൽ എടുത്തിട്ട് ബൾബിൻ്റെ ഒരു എൻഡിലേക്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ന്യൂട്രൽ എടുത്തിട്ട് ഒരു എൻഡിലേക്ക് കൊടുക്കും. ഇത് ലാസ്റ്റ് കണക്ഷൻ കൊടുത്താലും മതി. ഞാനിപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഈ സൈഡ് ന്യൂട്രൽ, ഈ സൈഡ് ഫേസാണ് പ്ലഗിൻ്റെ. അപ്പോൾ ഈ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. അതായത് ഈ ന്യൂട്രൽ ലൈൻ എടുത്തിട്ട് ബൾബിൻ്റെ ഒരു എൻഡിലേക്ക്, ബ്ലാക്ക് എടുത്തിട്ട് ബൾബിൻ്റെ ഒരു എൻഡിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് റെഡ് വന്നിട്ട് നേരെ സ്വിച്ചിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതാണ് സ്വിച്ചിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു വയർ. അത് ഇതിലേക്ക് സ്വിച്ചിൻ്റെ ബോക്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ചെയ്യുക. അപ്പോൾ ആ സ്വിച്ചിലേക്കുള്ള കണക്ഷൻ ഇങ്ങനെ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ഈ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു ബ്ലാക്കാണ്. ഇത് നമ്മൾ ഈ റെഡ് കണക്ഷൻ സ്വിച്ചിൻ്റെ ഒരു എൻഡിലേക്ക് കണക്ഷൻ കൊടുക്കും. ഓക്കെ, ഇത് 2 കണക്ഷനുള്ള സ്വിച്ചാണ് കണ്ടത്. അതായത് ഒരു 1 വേ സ്വിച്ചാണ്. ഇങ്ങനെ കുറച്ച് ഈ കോപ്പറൊന്നും അതിലിങ്ങനെ ഈ സ്വിച്ചിൻ്റെ ഈ കണക്ഷനിൽ നിന്ന് അടുത്തതിലേക്ക് മുട്ടിയിരിക്കാൻ പാടില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നിർത്താൻ. അങ്ങനെ തമ്മിൽ മുട്ടാൻ പാടില്ല. തമ്മിൽ മുട്ടാതെ കറക്റ്റായിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കണക്ഷൻ കഴിഞ്ഞല്ലോ. ഇനി വേണ്ടത് സ്വിച്ചിൻ്റെ 2ാമത്തെ ഭാഗത്ത് നിർത്തിയിട്ട് ഒരു ഫ്യൂസ് വഴി ഫേസിലേക്കാണ്. ഞാനിപ്പോൾ ഫ്യൂസ് കൊടുക്കുന്നില്ല, ഡയറക്റ്റ് ഫേസിലേക്ക് കൊടുത്താണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഫേസ് തന്നെയാണ്. ഈ സൈഡിൽ നിന്ന് വരുന്നതെല്ലാം, സ്വിച്ചിൻ്റെ സൈഡിൽ നിന്ന് വരുന്നതെല്ലാം ഫേസ് ആയിരിക്കും. അപ്പുറത്തെ ബൾബ് ഒരു ലോഡ് എന്തായാലും വേണം ഒരു സ്ഥലത്ത്. ആ ലോഡാണ് നമ്മുടെ ബൾബിൻ്റെ ഒരു സൈഡ് ആയിരിക്കും ബ്ലാക്ക് വയർ, മറ്റേ സൈഡിൽ നിന്ന് വരുന്നത് സ്വിച്ചുകളിൽ നിന്ന് വരുന്നതെല്ലാം റെഡ്, ആ വയറാണ് വരും. ആ സ്വിച്ചിൻ്റെ ഒരു റെഡും കൂടി എടുത്തിട്ട് ഈ പ്ലഗിലേക്ക് കണക്ഷൻ കൊടുക്കും. ഓക്കെ, സ്വിച്ചിൻ്റെ 2ാമത്തെ എൻ്റെ എടുത്തിട്ട് ഇതിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഫേസിലേക്ക്. ഇതിലൂടെ അങ്ങനെ തള്ളി നോക്കി കഴിഞ്ഞാൽ കാണാം ഏത് സൈഡിലേക്ക്. അപ്പോൾ ഈ വയറാണ് പോകുന്നത്. ഈ വയറാണ് ഫേസ്. ഇത് ഫേസ് എടുത്തിട്ട് ഫേസിലേക്ക് കണക്ഷൻ കൊടുത്തു. ഈ സൈഡാണ് ഫേസിലേക്ക് കണക്ഷൻ കൊടുത്തു. ഇതിനകത്ത് ബാക്കി എക്സ്ട്രാ ഉള്ള വയറിനെ നമ്മൾ ഇതിനകത്തേക്ക് ചുരുട്ടി വയ്ക്കാം, കൂടുതലുള്ള ലെങ്ത്ത്. ഓക്കെ, ആ വയറിനെ ഞാൻ ഇതിനകത്ത് ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബൾബ് കണക്ട് ചെയ്യുന്നു. ബൾബ് കണക്ട് ചെയ്തിട്ട് ഓണാക്കി നോക്കാം. ഇതിലേക്ക് ബൾബ് കണക്ട് ചെയ്ത് നോക്കാം. ബൾബ് കണക്ട് ചെയ്തിട്ടിട്ട് ഇനി അത് ഓണാക്കി നോക്കും. ഓണാക്കി നോക്കുമ്പോൾ സ്വിച്ച് ആദ്യം ഓഫ് ചെയ്തിരിക്കട്ടെ. ഇങ്ങനെ ഓണാക്കും. ഓണാക്കുമ്പോൾ ലൈറ്റ് ഓണാക്കാം. അപ്പോൾ ഈ സർക്യൂട്ടും ഇങ്ങനെയാണ് ചെയ്യുന്നത്.